നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമായിരിക്കും, സെബിയുടെ പുതിയ റൂള് പ്രകാരം ഇൻഡിസസിന്റെ വ്യൂസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇൻഡിസസിന്റെ വ്യൂ പറയുന്ന സമയത്ത് അത് നിങ്ങൾ എപ്പോഴും ഫ്യൂച്ചറിന്റെ വ്യൂ വെച്ചാണ് ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് വ്യൂ തന്നുകൊണ്ടിരുന്നത്. അപ്പം ആ വ്യൂ അതേ ബുള്ളിഷ് റെഫറൻസ് ഞാൻ ഇവിടെ നിഫ്റ്റിയിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിഫ്റ്റി നിങ്ങൾ റൈറ്റിൽ കാണുന്ന നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ ക്ലോസിങ്ങും ലെഫ്റ്റിൽ കാണുന്ന നിഫ്റ്റിയുടെ സ്പോട്ടിന്റെ ക്ലോസിങ്ങുമാണ്. സോ ഞാൻ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ സ്പോട്ടിന്റെ ക്ലോസിങ്ങിന്റെ ലെവല് ഫ്യൂച്ചർ വെച്ചിട്ടേക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ 23,560 നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് മാർക്കറ്റ് ഇൻഡിസസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,482 ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 23,720 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചറിന്റെ ലെവലിൽ വെച്ചാണ് വരുന്നത്. സോ അതേ സ്ഥാനത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം 23,632 ആയിരുന്നു നിഫ്റ്റിയിൽ ഇനി ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിഫ്റ്റി സ്പോട്ട് പോയാൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 23,000 നിഫ്റ്റി സ്പോട്ട് എവിടെ വരെ പോവാം? 23,632 മുകളിൽ 23,716 മുകളിലും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ സ്പോട്ടിന് 23,820 പുറത്തും പോകാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി സ്പോട്ടിൽ 23,632 മുകളിലാണ് നിഫ്റ്റി സ്പോട്ടിന്റെ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. ഇപ്പൊ ഇന്നലത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ നമ്മൾ നിഫ്റ്റിയിൽ ഇനി ബൈ എടുക്കുള്ളൂ. സോ നിഫ്റ്റിയിൽ നമ്മൾ ഇനി ബൈ 23,630, നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ 23,475 23,475 സ്പോട്ടിന്റെ POC. അതാണ് നമ്മുടെ ബൈയിങ് നിഫ്റ്റിയുടെ POC. സോ അത് POC ലാർജസ്റ്റ് വോളിയം വന്ന ഏരിയ ആണ്. അതുകൂടാതെ സ്പോട്ട് ഇന്നലെ ന്യൂട്രൽ എക്സ്ട്രീം ഡേ ആയിരുന്നു, ന്യൂട്രൽ ഡേ ആയിരുന്നു. താഴേക്ക് മുകളിലേക്ക് അടിച്ചടിച്ചിട്ട് 23,475 നമ്മുടെ POC. എത്രയാണ്? 23,475 നമ്മുടെ സംബന്ധിച്ചുള്ള POC. 23,475 POC. അപ്പൊ ഞാൻ POC മാറി നിൽക്കുന്നത് 23,475 നമ്മുടെ POC. ഇപ്പൊ POC ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം. 23,475 ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 23,475 POC പറയുമ്പോൾ 23,475 നമ്മുടെ POC. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു 23,475. സോ സ്പോട്ട് വെച്ച് പറയുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ഫ്യൂച്ചർ ആയിട്ട് എടുക്കുകയാണ്. സോ എന്നെ സംബന്ധിച്ച് POC ഇന്നത്തെ ബൈയിങ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നോക്കേണ്ടത് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് ഇന്നലത്തെ ഹൈ 23,635 23,635 ആണ് എന്നെ സംബന്ധിച്ചുള്ള സ്പോട്ടിലെ ബുള്ളിഷ്, അതായത് ബുള്ളിഷ് റെഫറൻസ്. അത് ഞാൻ മാർക്ക് ചെയ്തു. ക്ലിയർ ആയാലും നിങ്ങൾക്ക് ഈ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് എവിടം വരെ പോവാം? സോ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്? നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 23,715 ഭാഗത്തെ, അതായത് 23,715 എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് R1. 23,001 എന്ന് പറയുമ്പം 23,715. ഇത് ഇൻഡിസസിന്റെ ലെവലാണ്. നിഫ്റ്റിയുടെ ഇൻഡിസസ് 23,715. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത വരുന്ന ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,820 എന്ന് പറഞ്ഞ് 810 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു POC പഴയ ഒരു POC ആ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ്. 23,820 എന്നെ സംബന്ധിച്ചുള്ള R2. അതിന് മുകളിലൊരു മൊമെന്റം വരെയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാർക്കറ്റ് മൊമെന്റം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ 23,630 പോലും നിൽക്കുകയാണെങ്കിൽ ഇവഞ്ച്വലി നിഫ്റ്റി സ്പോട്ടിന് 23,820 പോലെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, സ്പോട്ട് മാർക്കറ്റ് വെച്ച് നിങ്ങളുടെ ട്രേഡിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യുക. എപ്പോഴും നിങ്ങളത് വ്യക്തമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിക്കുള്ള ഒരു എന്തുവാണ് ട്രേഡബിൾ ആക്ഷൻസ് കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി സ്പോട്ടിനെ സംബന്ധിച്ച് ഇന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 23,410 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. എത്രയാണ്? 23,410. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം നിഫ്റ്റിയിൽ 23,410 നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്തു. 23,410 നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ വന്നാൽ മാത്രമേ നമ്മൾ സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് താഴെ പറയുകയാണെങ്കിൽ 23,362 ഫസ്റ്റ് 360 23,360
23,360 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് S1 എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടും. അതിന് താഴെ S2 എന്ന് പറയുന്നത് 23,318. ഇന്നലത്തെ ലോ ആണ് 23,318. സോ 23 S2 എന്ന് പറയുമ്പോൾ 23,318, 23,318. അതിന് താഴെ നിഫ്റ്റി സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ S3 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പഴയ PO ഈ ഒരു സബ് ലെവലാണ്. അതായത് ഇന്നലത്തെ ഒരു ലോ ആയ 23,276 ഭാഗത്തേക്ക് വരാം. 23,276 എത്രയാണ് 23,276 ഭാഗത്തേക്ക് നിഫ്റ്റി സ്പോട്ട് വരാനുള്ള ചാൻസ് 23,276 എന്ന് പറയുന്നതാണ് S3. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ഒരു എന്താണ് ട്രേഡബിൾ ആക്ഷൻസ് ഉള്ള ലെവൽ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലോർത്തേക്കുക, നിഫ്റ്റിയിൽ എന്താണ് നിഫ്റ്റി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 23,635 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,820 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. 23,410 പൊട്ടുകയാണെങ്കിൽ 23,276 വേണമെങ്കിൽ ഈ ഒരു നമ്മുടെ POC 23,232. ഈ S3 ഞാനൊന്ന് മാറ്റി 23,232 ഭാഗത്തേക്ക് മാറ്റി. അത് നമ്മുടെ ഒരു പഴയ ഒരു POC ആണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ അപ്പം മുകളിലോട്ടാണ് 23,635 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,715 23,820 ഭാഗത്തേക്ക് പോകാനും 23,410 താഴെ നിൽക്കുകയാണെങ്കിൽ 23,360 23,318 23,232 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റി ഇൻഡിസസിന് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ഏതാണ് ഒരു എന്തുവാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവൽ. ഇപ്പം ഇന്നലെയും ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെയാണ് നമ്മളെ ബാങ്ക് നിഫ്റ്റി ലെവലും. ബാങ്ക് നിഫ്റ്റിയും ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രൽ ഇടയിൽ താഴേക്ക് മുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വൻപിച്ച മുന്നേറ്റം നടത്തി താഴേക്ക് വന്ന് ഈ ഒരു 49,023 എന്ന് പറഞ്ഞ ഈ POC കടയിലും 49,815 എന്നാണ് ഈ POC കടയിലാണ് വന്നിരുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നമ്മുടെ POC വന്നിരിക്കുന്നത് 49,467 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ 49,467 49,467 ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ POC. ഇന്നലത്തെ POC നിങ്ങൾ ഓർത്തോളൂ, ഇന്നലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബഡ്ജറ്റിന്റെ ഈവന്റ് ഉള്ള ദിവസമാണ്. സോ ആ POC ഞാൻ മാർക്ക് ചെയ്തു. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 49,815 സ്പോട്ടിന് മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. എത്രയാണ് 49,000 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 49,815 49,815 ഭാഗത്തേക്ക് മാത്രം അത് നമ്മുടെ ബുള്ളിഷ്. അതിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ബൈ ഉള്ളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ 50,020 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് 50,020 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടിന്റെ R1 സ്പോട്ട് എന്ന് പറയുമ്പോൾ ഇൻഡിസസ്. അതിന് മുകളിൽ അടുത്തത് R2 എന്ന് പറയുന്നത് ഈ 50,513 50,513 R2 എന്ന് പറയുമ്പോൾ 50,513 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ഇതാണ് ഇതിൻ്റെ ഒരു ലെവൽ കൃത്യമായിട്ടുണ്ട്. അതിന് മുകളിൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഒരു ലെവലുണ്ട് 5294 ഭാഗത്തേക്ക്. R2 എന്ന് പറയുമ്പം 5294 അതിന് മുകളിൽ R3 ആണ് നമുക്ക് വെക്കേണ്ടതാണ് 50,510 5510 ഇതാണ് അതിനെ സംബന്ധിച്ചുള്ള R3. സോ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുക. സ്പോട്ട് ആയതുകൊണ്ട് ഇൻഡിസസ് ആയതുകൊണ്ട് ഫ്യൂച്ചർ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കും വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യുക, റൂൾസ് കമ്പല് ചെയ്ത് പോകണം, റൂൾസിനെ ഫോളോ ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. എന്നാൽ വീഡിയോയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം പല ആൾക്കാർ ഇത് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാനിത് സ്പോട്ടിന്റെ വെച്ചുള്ള ലെവൽ തരുന്നത്. ഇനി അടുത്ത് നോക്കേണ്ടത് താഴേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ സെല്ലിംഗ് തുടങ്ങുന്നത് നിങ്ങൾ ഓർത്തോളുക. 49,231 താഴെ സ്പോട്ടിൽ സെല്ലിംഗ് വരാം. 49,49,000 നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ വരുന്നത് 49,230 താഴെയാണ് നമ്മൾ സെല്ലിംഗ് വരുന്നത്. അത് താഴെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സെല്ലിംഗ് സെല്ലെടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 49,015 ഈ ഒരു POC ടെസ്റ്റ് ചെയ്യുക. 49,015 49,015 S1 അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ നേരെ അടുത്ത വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 48,830 48,830 S2 എന്ന് പറയുമ്പോൾ 48,830. അതിന് താഴെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും,
ഈ പി യു ഈ ഒരു സിംഗിൾ ഈ ഒരു പി ഒ സി അല്ല ഈ ഒരു സിംഗിൾ ഈ ഒരു പി ഒ സി 48,659 48,659 എന്നെ സംബന്ധിച്ചുള്ള സ്പോട്ടിലെ ടാർഗറ്റുകൾ. ഇപ്പം ബുള്ളിഷ് റെഫറൻസ് എവിടെയാണ്? 49,815 മുകളിൽ നിന്നാൽ ബുള്ളിഷ് ആണ്. അത് 50,020 വരെയും 50,200 തൊട്ട് 5294 വരെയും 5540 വരെ പോവാം. ഇനി താഴേക്ക് വരികയാണെങ്കിൽ 49,230 പൊട്ടുകയാണെങ്കിൽ 49,015, 48,830, 48,659 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇപ്പം സെബിയുടെ പുതിയ റൂളൊക്കെ വന്നു. ബഡ്ജറ്റ് നല്ലൊരു ബഡ്ജറ്റ് നല്ല കിടിലം ബഡ്ജറ്റാണ് കേട്ടോ. അതായത് നമ്മളെ പോലെയുള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് വന്നിരിക്കുന്നത്. കാരണം ഇൻകം ടാക്സിന്റെ സ്ലാബ് മാറ്റി. സോ ആസ് എ ട്രേഡർ എന്ന നിലയിൽ എനിക്കും ഇൻകം ടാക്സിന്റെ സ്ലാബ് വളരെ കൂടുതലാണ്. അപ്പൊ സ്ലാബ് കൊടുക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് ആ ട്രേഡ് നമുക്ക് കൃത്യമായ രീതിയിൽ എടുക്കുവാനും അത് ഫോളോ ചെയ്യുവാനും ആ ട്രേഡിൽ ആക്ഷൻ എടുക്കുവാനൊക്കെ ഒരു ചാൻസ് കിട്ടുക, അതിന് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ റൂൾസ്. പിന്നെ അല്ലാതെ നമ്മളെ സെബിയുടെ ഗൈഡ് ലൈന് പ്രകാരം ഈ ഈ ഫ്യൂച്ചേഴ്സിന്റെ ലെവൽസ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇൻഡിസസ് മാത്രമേ പറ്റുള്ളൂ. സോ എനിക്ക് വീഡിയോ നിർത്താൻ താല്പര്യമില്ല. പല ആൾക്കാരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നു നിർത്തുന്നുണ്ടോ ഇല്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇൻഡിസസിന്റെ വ്യൂ തരാം, നിങ്ങൾ അതിൽ മാർക്ക് ചെയ്യുക, സ്പോട്ടിൽ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക. എല്ലാം സ്പോട്ട് വെച്ചല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ വ്യക്തമായ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനും ആ ട്രേഡബിൾ ആക്ഷൻസ് എടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഞാൻ പറഞ്ഞു ഒരു അറിയിപ്പാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ട്രേഡേഴ്സിന്റെ ഒരു ഫ്ലോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ളവരാണോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ട്രേഡ് ചെയ്യാനുള്ള ഒരു ടെൻഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ഒന്ന് അങ്ങനെയല്ല ഉണ്ടെങ്കിൽ നമ്മളെ ട്രേഡിംഗ് ഫ്ലോറിലേക്ക് നിങ്ങൾക്ക് വരാം. ഈ ട്രേഡിംഗ് ഫ്ലോറിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള ട്രേഡ്സിന്റെ ഞാൻ എടുക്കുന്ന ട്രേഡ്സൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കുറെ ആൾക്കാർ ട്രേഡ് ചെയ്യാനുണ്ട്, അവരെ കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ആ ആക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദയവായി ഈ സ്പോട്ടിന്റെ ഇൻഡിസസിന്റെ വ്യൂ ഫ്യൂച്ചറുമായി ജസ്റ്റ് ക്ലബ് ചെയ്ത് നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പ് എടുക്കുക. So take care and happy Sunday to all of you.